റാഫേൽ മാലാഖ റാഫേൽ തട്ടിലെന്നെ തട്ടി കോടതി മുഖേന. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇന്ന് കത്തോലിക്ക സഭയിൽ മുഖ്യ മാലാഖമാരുടെ തിരുനാളാണ്. മിഖായേൽ, ഗബ്രിയേൽ, റാഫേൽ. ഈ റാഫേൽ മാലാഖ ഇന്ന് ദൈവത്തിന് മുമ്പിൽ ഒരു സങ്കടം ഉണർത്തിച്ച് കാണും, സീറോ മലബാർ സഭയുടെ. ആ സങ്കടം കേട്ടിട്ടായിരിക്കണം ചെറുപ്പക്കാരനും ഹിന്ദുവുമായ ഒരു മജിസ്ട്രേറ്റിലൂടെ കോടതി ഒരു വിധി പ്രസ്താവിച്ചിരിക്കുകയാണ്. എന്താണ് ആ കോടതി വിധി? കത്തീഡ്രൽ ബസിലിക്ക ദേവാലയം അവിടെ ദർശന തിരുനാളിനനുബന്ധിച്ച് പള്ളി തുറന്ന് സമവായ മാർഗരേഖ അനുസരിച്ച് ജനാഭിമുഖ കുർബാന നടത്താൻ അനുവദിക്കണമെന്ന ആവശ്യത്തിൽ ഉടൻ തീരുമാനമെടുക്കണമെന്ന ആവശ്യവുമായിട്ട് ബസിലിക്കയുടെ അഡ്മിനിസ്ട്രേറ്റർ മങ്ങാട്ടച്ചൻ നൽകിയ ഹർജിയാണ് ബഹുമാനപ്പെട്ട കോടതി ഇന്ന് തള്ളിയത്. 29/9/2025 കോടതി നവംബർ മാസത്തിൽ പരിഗണിക്കാനിരുന്ന കേസ് ഉടനെ മുൻകൂറായി പരിഗണിക്കണമെന്ന് പറഞ്ഞാണ് മങ്ങാട്ടച്ചൻ അപേക്ഷ കൊടുത്തത്. സമവായ മാർഗരേഖ പ്രകാരം താൻ കുർബാന ചൊല്ലാൻ തയ്യാറാണെന്നും അത് അനുസരിച്ച് ഈ ദർശന തിരുനാളിന് കുർബാന, ഈ ജനാഭിമുഖ കുർബാന, ഇല്ലിസിറ്റായ കുർബാന ചൊല്ലാനായിട്ട് പള്ളി തുറക്കാനായിട്ട് അനുവാദം തരണമെന്നുമാണ് മങ്ങാട്ടച്ചൻ ഈ അപേക്ഷയിൽ വ്യക്തമാക്കിയത്. ഈ മുൻകൂട്ടി പരിഗണിക്കണമെന്ന അതിനുള്ള കാരണം കോടതിക്ക് ബോധ്യപ്പെട്ടില്ല. അതുകൊണ്ടാണ് മുൻകൂട്ടി പരിഗണിക്കണമെന്ന അപേക്ഷയാണ് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അന്തിമവിധി വന്നിട്ടില്ല. ഈ മുൻകൂട്ടി പരിഗണിക്കാൻ വേണ്ടിയാണ് വ്യാഴാഴ്ച നോട്ടീസ് കിട്ടി അന്ന് തന്നെ തട്ടിൽ പിതാവ് ഒരു സത്യവാങ്മൂലം, എതിർ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചത്. ആ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും കോടതിക്ക് വേണ്ടത്ര ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഈ മുൻകൂട്ടി പരിഗണിക്കാനുള്ള അപേക്ഷ തള്ളിയപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് മുൻകൂറായി പരിഗണിക്കാനുള്ള കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അതേ കാര്യങ്ങൾ അന്തിമവിധിയിലും പ്രതിഫലിക്കുമോ എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും സത്യവിശ്വാസികൾക്ക്, സഭയുടെ കൂടെ നിൽക്കുന്നവർക്ക് വലിയ ഒരു സമ്മാനമാണ് റാഫേൽ മാലാഖ ഇന്ന് റാഫേൽ മാലാഖയുടെ തിരുനാളിൻ്റെ അന്ന് നൽകിയിരിക്കുന്നത്. കത്തീഡ്രൽ ദേവാലയത്തിൽ ബസിലിക്കയിൽ വളരെ നന്നായി നടന്നു വന്നിരുന്ന ഒരു തിരുനാളാണ് ദർശന തിരുനാൾ. ഒരു വർഷം ദർശന സമൂഹത്തിൽ 16 പേര് കൂടി പെരുന്നാൾ ഏറ്റെടുത്ത് കഴിക്കുന്നു. പിറ്റേ വർഷം വേണമെങ്കിൽ ഒരാൾക്ക് ഏറ്റെടുത്ത് കഴിക്കാം. അങ്ങനെ ഒരു സംവിധാനമായിരുന്നു നിലനിന്നിരുന്നത്. ഈ ദർശന സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം പേരും സഭയുടെ കുർബാന, ഏകീകൃത കുർബാന, അൾത്താരഭിമുഖ കുർബാന വേണമെന്ന ആൾക്കാരായിരുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ്. സഭയുടെ കൂടെയും മാർപ്പാപ്പയുടെ കൂടെയും നിൽക്കുന്നവരാണ്. എന്നാൽ ജനാഭിമുഖം വേണമെന്ന് വാദിക്കുന്ന കുറേ പേരെ സംഘടനയുടെ അനുവാദമില്ലാതെ തിരികെ കയറ്റി ദർശന സമൂഹത്തിലേക്ക്. എന്നിട്ട് ഈ ബസിലിക്കൽ ദർശന തിരുനാളിന് ജനാഭിമുഖ കുർബാന ചൊല്ലി തുടങ്ങാമെന്ന മോഹമോ അതിമോഹമോ ദുർമോഹമൊക്കെ അവർ വെച്ച് പുലർത്തുകയും ചെയ്തു. ബസിലിക്കയിൽ ഏകീകൃത കുർബാനയെ ചൊല്ലാൻ പാടുള്ളൂ എന്ന് കാണിച്ച് കോടതിയിലൊരു കേസ് നിലവിലുണ്ട്. സഭയെ സ്നേഹിക്കുന്നവർ കൊടുത്തിരിക്കുന്ന കേസ്. സഭയെ ഒറ്റിക്കൊടുത്തിരിക്കുന്ന വിമതര് ഇല്ലിസിറ്റ് കുർബാന വേണം, അവിടെ അതേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു കേസ് കൊടുത്തിട്ടുണ്ട്. വിമതർക്ക് ഓശാന പാടുന്ന, സഭയെ ഒറ്റിക്കൊടുക്കുന്നവർക്ക് ഓശാന പാടുന്ന തട്ടിൽ പിതാവും പാമ്പളാനി പിതാവും സമവായ മാർഗരേഖ അനുസരിച്ച് കുർബാന വേണമെങ്കിൽ മങ്ങാട്ടച്ചന് ജനാഭിമുഖ കുർബാന ചൊല്ലാമെന്ന സത്യവാങ്മൂലം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഇന്ന് മുഖ്യമാലാഖമാരുടെ തിരുനാളെന്ന് പറഞ്ഞല്ലോ, മിഖായേൽ, റാഫേൽ, ഗബ്രിയേൽ. ഇന്നലെ വരെ നൊവേനയായിരുന്നു. ഇന്നലെ സത്യവിശ്വാസിൽ കുറേ പേര് ദിവസം മുഴുവനും നൊവേന ചൊല്ലുകയായിരുന്നു. ഒരു അടയാളം, സ്വർഗത്തു നിന്ന് ഒരു അടയാളം മാലാഖമാരെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഇന്നലെ നിർത്താതെ നൊവേന ചൊല്ലുകയായിരുന്നു. ഈ തിരുനാളിൽ ഒരുക്കമായിട്ടുള്ള നൊവേന. മാലാഖമാർ ഈ സത്യവിശ്വാസികളുടെ സങ്കടം കർത്താവിന് മുമ്പിൽ ഉണർത്തിച്ചുവെന്നാണ് ഇന്നത്തെ കോടതി വിധിയിലൂടെ വെളിപ്പെടുന്നത്. ഈ തട്ടിൽ പിതാവിൻ്റെ സത്യവാങ്മൂലത്തിലെ, എതിർ സത്യവാങ്മൂലത്തിലെ ചില കള്ളത്തരങ്ങൾ നാം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. ആരാധനാ നിയമങ്ങൾ, വിശേഷിച്ച് ആരാധന രീതി ലിറ്റർജിക്കൽ പുസ്തകങ്ങൾക്ക് അനുസൃതമായിരിക്കണം. മെത്രാൻ സിനഡിന് ലിറ്റർജി സംബന്ധിച്ച നിയമങ്ങൾക്ക് രൂപം നൽകാൻ അധികാരമുണ്ട്. ഈ അധികാരം ഉപയോഗിച്ചാണ് ഒരു പരിവർത്തന ക്രമീകരണം എന്ന നിലയിൽ എല്ലാ ഇടവകളിലും ഞായറാഴ്ചകളിലും മറ്റ് കടപ്പെട്ട ദിവസങ്ങളിലും കുറഞ്ഞത് ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ ആചരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നതെന്നും മറ്റ് ആഘോഷങ്ങൾ നിലവിലുള്ള രീതിയിൽ തുടരാൻ തൽക്കാലം അനുവദിക്കുന്നതെന്നും ഒക്കെയാണ് ഈ സത്യവാങ്മൂലത്തിൻ്റെ രത്നച്ചുരുക്കം. നമ്മളത് വളരെ വിശദമായി കഴിഞ്ഞ ദിവസം കണ്ടതാണ്.
നെല്ലും പതിരും, അതിലത്തെ നെല്ലും പതിരും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഈ നോക്കൂ, ആരാധനാ രീതികൾ ആരാധനക്രമ പുസ്തകങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്ന് എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്ന തട്ടിൽ പിതാവ് ജനാഭിമുഖ കുർബാന ആരാധനക്രമ പുസ്തകങ്ങൾക്ക് അനുസൃതമല്ല എന്ന സത്യം ആ എതിർ സത്യവാങ്മൂലത്തിൽ എഴുതിയിട്ടില്ല. അത് മറച്ചു പിടിച്ചു. ഞാൻ ഒന്നുകൂടി പറയാം. ഈ ആരാധന രീതികൾ ആരാധനക്രമ പുസ്തകങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്ന് അതാണ് എതിർ സത്യവാങ്മൂലത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഈ ജനാഭിമുഖ കുർബാന ആരാധനക്രമ പുസ്തകങ്ങൾക്ക് അനുസൃതമല്ല എന്ന സത്യം മറച്ചു പിടിക്കുകയാണ്. ഇവിടെയാണ് ഈ കള്ളത്തരം ഇല്ല, പുഴുക്കുത്തുകൾ അല്ലെങ്കിൽ പഴുതുകൾ എന്നൊക്കെ ഞാൻ പറഞ്ഞത്. കൂദാശകളുടെ പരിഗണനം സംബന്ധിച്ച് പൗരത്വ സഭകളുടെ കാനോൻ നിയമത്തിലെ നിർദ്ദേശങ്ങൾ ഇൻസ്ട്രക്ഷൻ ഫോർ അപ്ലൈയിങ് ലിറ്റർജിക്കൽ പ്രിസ്ക്രിപ്ഷൻസ് ഓഫ് ദ കോഡ് ഓഫ് ദ കാനൻസ് ഓഫ് ദ ഈസ്റ്റേൺ ചർച്ചസ് അങ്ങനെ പറഞ്ഞിട്ടൊരു വകുപ്പുണ്ട്. കൂദാശകളുടെ പരികർമ്മം സംബന്ധിച്ച് പൗരത്വ സഭകളുടെ കാനോൻ നിയമത്തിലെ നിർദ്ദേശങ്ങൾ. അത് പ്രകാരം കൂദാശകളുടെ പരികർമ്മം സംബന്ധിച്ച് കാനൻ 107 അതനുസരിച്ച് കുർബാന ജനാഭിമുഖമായിട്ടല്ല അൾത്താരാഭിമുഖമായി ദൈവോന്മുഖമായി ചൊല്ലണം. ക്ലിപ്താർത്ഥത്തിൽ നിഷ്കർഷ അർത്ഥത്തിൽ കുർബാനയിലെ കൂദാശ ഭാഗം എന്നത് അനാഫ്രയാണ്. സീറോ മലബാർ സഭയുടെ കുർബാന പുസ്തകത്തിൽ അദ്ദായി മാറി സ്ലീഹന്മാരുടെ കൂദാശ, തിയദോറിന്റെ കൂദാശ, പിന്നെ നെസ്റ്റോറിസിന്റെ കൂദാശ, ഇങ്ങനെ 3 അനാഫറകളാണുള്ളത്. കാനൻ വ്യവസ്ഥകൾ അനുസരിച്ച് ഈ 3 അനാഫറകളും 3 കുർബാനകളും, അതായത് അദ്ദായി മാറി സ്ലീഹന്മാരുടെ ആണെങ്കിലും തേദോറിന്റെ ആണെങ്കിലും നെസ്റ്റോറിസിന്റെ ആണെങ്കിലും ഈ അനാഫറകൾ കൂദാശ ഭാഗം ജനാഭിമുഖമായി ചൊല്ലാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഏകീകൃത കുർബാനാർപ്പണ രീതിയിൽ ഈ അനാഫറ ദൈവോന്മുഖമായി അൾത്താരാഭിമുഖമായി ചൊല്ലണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കുർബാനയുടെ കൂദാശ ഭാഗം ജനാഭിമുഖമായി ചൊല്ലാനുള്ള അനുവാദം നൽകാൻ സിനഡിന് പോലും അധികാരമുണ്ട് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സിനഡിന് പോലും. കാരണം കാനൻ നിയമത്തിന് എതിരാകും അത്. സിനഡിന് പോലും അധികാരമില്ലെന്നാണ് എൻ്റെ അറിവ്. എൻ്റെ അറിവ് ചിലപ്പം ശരിയാകണമെന്നില്ല. ഏതായാലും കാനൻ നിയമത്തിൻ്റെ ലംഘനമല്ലേ തട്ടിൽ പിതാവ് നടത്തിയിരിക്കുന്നത് എന്ന സംശയം കോടതിയിൽ ഉന്നയിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഈ കാനൻ നിയമത്തിനെതിരായിട്ടൊരു നിയമം ഉണ്ടാക്കാൻ സിനഡിനോ തട്ടിൽ പിതാവിനോ കഴിയുമോ? ബഹുമാനപ്പെട്ട കോടതി ഇക്കാര്യം പരിഗണിക്കുമെന്നും പരിശോധിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. അന്തിമ വിധി വരുമ്പോഴേ അത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുള്ളൂ. ഈ മുൻപ് അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ആൻഡ്രൂസ് പിതാവ് രേഖമൂലം അറിയിച്ചൊരു സംഗതിയുണ്ട്. മെത്രാൻ സിനഡിന്റെ തീരുമാനത്തിൻ്റെയും പരിചിത സിംഹാസനത്തിലുള്ള കൽപ്പനകളുടെയും മാർപ്പാപ്പ എഴുതിയ 2 കത്തുകളുടെയും അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയ നിയമന ഉത്തരവിൻ്റെയും മെത്രാൻ സിനഡ് ഇറക്കിയിട്ടുള്ള സർക്കുലറുകൾ പിൻവലിക്കാത്തതിൻ്റെയും അടിസ്ഥാനത്തിൽ ഏകീകൃത കുർബാന മാത്രമേ ബസിലിക്കയിൽ ചൊല്ലാൻ കഴിയൂ. മെത്രാൻ സിനഡിന്റെ തീരുമാനത്തും പരിശുദ്ധ സിംഹാസന കൽപ്പന, മാർപ്പാപ്പ എഴുതിയ 2 കത്തുകൾ, അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയ നിയമനത്തിന് ഉത്തരവ്, മെത്രാൻ സിനഡ് ഇറക്കിയിട്ടുള്ള സർക്കുലറുകൾ, ഈ സർക്കുലർ ഒന്നും തന്നെ പിൻവലിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഏകീകൃത കുർബാന മാത്രമേ കത്തീഡ്രൽ ബസിലിക്ക എന്ന് പറയുന്ന ഭദ്രാസന ദേവാലയത്തിൽ ചൊല്ലാൻ കഴിയുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ജനാഭിമുഖ കുർബാന അർപ്പിച്ചാൽ അത് മാർപ്പാപ്പയ്ക്കെതിരെയുള്ള തിന്മയാകും, അതായത് ശീഷ്മയാകും, സഭയുടെ ഐക്യതയ്ക്കെതിരെയുള്ള തിന്മയാകും. അതിനാൽ ഏകീകൃത കുർബാന അർപ്പണ രീതി മാത്രമേ ബസിലിക്കയിൽ അനുവദിച്ചിട്ടുള്ളൂ. ഇതാണ് രേഖാമൂലം നമ്മൾ അറിയിച്ചിരിക്കുന്നത്. വളഞ്ഞ വഴിയിലൂടെ ഒരു സമവായ മാർഗരേഖയുടെ മറവിൽ ബസിലിക്കയിൽ ഉടനെ ഇല്ലിസിറ്റായ ജനാഭിമുഖം നടപ്പാക്കാൻ ശ്രമിക്കുന്ന സഭാ നേതൃത്വത്തെക്കുറിച്ച് നമ്മൾ എന്താ പറയുക? യൂദാസിനെ കുറിച്ച് കർത്താവ് പറഞ്ഞില്ലായിരുന്നോ? അവൻ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നമുക്കിപ്പോൾ പറയാൻ തോന്നുന്നത് ഈ സഭാ നേതൃത്വത്തിലുള്ള 2 പേര് ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ്. ഞാൻ ആവർത്തിക്കുക. ഇന്ന് റാഫേൽ മാലാഖയുടെ തിരുനാളിൻ്റെ അന്ന് തന്നെ കോടതിയുടെ വിധിയിലൂടെ റാഫേൽ മാലാഖ റാഫേൽ തട്ടിൽ പിതാവിന് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുക. സഭയെ ഒറ്റിക്കൊടുക്കരുത്. സൂയി യൂരിസിന്റെ പേരും പറഞ്ഞ് മാർപ്പാപ്പയ്ക്ക് എതിരായ നിലപാട് എടുക്കരുത്. സഭാവിരുദ്ധർക്ക് ഓശാന പാടുന്ന പരിപാടി അവസാനിപ്പിക്കണം. റാഫേൽ തട്ടിൽ പിതാവ് റാഫേൽ മാലാഖയുടെ സന്ദേശം കേൾക്കുമോ ഇല്ലയോ, സ്വീകരിക്കുമോ ഇല്ലയോ നമുക്കറിഞ്ഞുകൂടാ. ഏതായാലും സത്യവിശ്വാസികൾക്ക്, സഭയുടെ കൂടെ നിൽക്കുന്നവർക്ക് റാഫേൽ മാലാഖയുടെ ഒരു സമ്മാനമാണ് ഇന്നത്തെ കോടതി വിധി. അത് നമുക്ക് വളരെ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കാം. നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൽ പ്രത്യാശ വെച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ കോടതി വിധി ഒരു നല്ല സൂചകമായി കണ്ട്, അടയാളമായി കണ്ട്
നമുക്ക് സഭയോടൊപ്പം നിൽക്കാൻ, കർത്താവിനോടൊപ്പം നിൽക്കാൻ, മാർപ്പാപ്പയോടൊപ്പം നിൽക്കാൻ, ഈ സഭാവിരുദ്ധ നിലപാട് എടുത്തിരിക്കുന്ന സകലരെയും മാനസാന്തരത്തിൽ കൊണ്ടുവരാൻ, അവർ തിരുത്താൻ ഈ സന്ദർഭം പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും തപസ്സിലൂടെയും ഒക്കെ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ, നമ്മുടെ ആത്മീയ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ, വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് പ്രചോദനം നൽകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.